ഇന്നത്തെ ടോപ്പിക് നമ്മളുടെ ടെൻഡോ അക്കിലീസ്, അതായത് നമ്മളെ കാലിൻ്റെ പുറവശത്തായ മസിൽസിൻ്റെ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന ഒരു ഞരമ്പുണ്ട്, നമ്മൾ ഉപ്പൂറ്റിയുടെ എല്ലിൻ്റെ മുകളിൽ. ആ ഞരമ്പ് പൊട്ടിപ്പോകുന്ന കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കണം. ഇത് സാധാരണ എങ്ങനെ സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് ചാടാം, നമ്മൾ ഷെൽഫിൽ നിന്ന് മുകളിൽ നിന്ന് പെട്ടെന്ന് ചാടുമല്ലോ, അല്ലെങ്കിൽ സ്ലിപ്പായി വീഴാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഓടാം. നമ്മളുടെ ഇത് രണ്ട് തരമുണ്ട്. ഒന്നെങ്കിൽ ആ ഞരമ്പ് വിട്ടുപോകും, അല്ലെങ്കിൽ ഞരമ്പ് എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന ഭാഗം എല്ലായിട്ടൊരു കഷ്ണമായിട്ട് വിട്ടുപോകും. ഇത് പെട്ടെന്നൊരു ലോഡിങ് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എല്ല് പൊട്ടിയാൽ ഞരമ്പിൻ്റെ കൂടെ ഒരു കഷ്ണം എല്ല് അകന്ന് വന്നാൽ അത് സ്ക്രൂ അല്ലെങ്കിൽ കമ്പി വെച്ച് ഉറപ്പിക്കണം. അതങ്ങനെ നടക്കാൻ പറ്റില്ല. ഈ ടെൻഡൻ പൊട്ടിപ്പോയാൽ നടക്കാൻ ബുദ്ധിമുട്ട് വരും. ഇതിൻ്റെ കുറച്ച് ഞരമ്പ് മാത്രമായിട്ട് പൊട്ടിപ്പോയാൽ പ്രായമുള്ള ആൾക്കാർക്ക് നമുക്ക് പ്ലാസ്റ്റർ കൊണ്ട് ചികിത്സിക്കാം. പ്ലാസ്റ്ററുടെ ഉദ്ദേശം കാല് അനങ്ങാതിരിക്കാനാണ്. പാദം അനങ്ങിക്കൊണ്ടിരിക്കാൻ ഈ ഞരമ്പ് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. സോ അനങ്ങാതിരിക്കാൻ ലോങ് ലെഗ് കാസ്റ്റ്, അതായത് തുടയുടെ മുകളിൽ വരെ പ്ലാസ്റ്റർ ഇടും നമ്മൾ. പിന്നെ ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ട് തുടയുടെ താഴെ വരെ ആക്കും. പിന്നെ അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഞാൻ യൂഷ്വലി പ്രായമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഞരമ്പ് മാത്രമായിട്ട് പൊട്ടിയാൽ ഞാൻ പ്ലാസ്റ്റർ ഇടാറുണ്ട്. ബട്ട് യങ് ആളാണെങ്കിൽ, ആക്റ്റീവ് ഏജ് ആണെങ്കിൽ ഞാനത് തുന്നി പിടിപ്പിക്കും. പറയാൻ കാരണം പവർ ജനറേഷൻ ചിലപ്പോൾ കുറഞ്ഞു വരും. സോ ബെറ്റർ തുന്നി പിടിപ്പിക്കുന്നതാണ് നല്ലത്. എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം? സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യണം. റെഗുലറായിട്ട് സ്ട്രെച്ച് എക്സസൈസ് ചെയ്താൽ ഈ ഇഞ്ചുറി വരാൻ സാധ്യത കുറവാണ്. ഫോർ എക്സാമ്പിൾ ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ, ഇതൊക്കെ ഹൈ എനർജി സ്പോർട്സാണ്. നമുക്ക് പെട്ടെന്ന് ഓടേണ്ടി വരും. നമ്മൾ വാമപ്പ് ചെയ്യാതെ പെട്ടെന്ന് ഓടിയാൽ ആ മസിലിൻ്റെ മുകളിൽ ലോഡിങ് വരും, അതാകുന്നു പോകും. യൂഷ്വലി അറിയില്ലോ, എക്സ്റേ എടുത്താൽ നമുക്ക് എന്തായാലും എല്ലിൻ്റെ കാര്യം കാണാം. അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ MRIയും ചെയ്യേണ്ടി വരും ആ ടെൻഡൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ. പക്ഷേ ഓവറോൾ നല്ലൊരു റിസൾട്ടാണ്. സ്പോർട്സ് ആൾക്കാർക്ക് തുന്നി ഇത് ശരിയാക്കുകയാണെങ്കിൽ നല്ല ഫുൾ പവർ കിട്ടും. താങ്ക് യു.